ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷും അതുപോലെ നമ്മുടെ നികേഷും കൂടി കടയിൽ പോവുക. അപ്പോൾ ദേ നമ്മുടെ സുഭാഷിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഭയങ്കര സങ്കടം. അങ്ങനെ നികേഷിനോട് പറയുകയാണ്, ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ആരും വീട്ടിൽ കാണത്തില്ലെന്ന് നികേഷ് പറഞ്ഞു. എടാ ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ, എന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടല്ലേ, അപ്പോൾ കാണാതിരുന്നപ്പോൾ ഞങ്ങളുടെ വിഷമോ അതൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു നികേഷ്. ആ ശരി, നീ അത് വിട്, നമുക്കേ ഓരോ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയാം. ശരി എന്നും പറഞ്ഞ് ഇവർ ചായ കുടിക്കാൻ അങ്ങോട്ട് പോന്നു. കടയിലേക്ക് ചെന്നു, ചായ ചോദിച്ചു. അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞ് ഇതിൽ ഇവരെല്ലാവരും തേരാപ്പാര പായുന്നുണ്ടായിരുന്നല്ലോ എന്ന് കടക്കാരൻ ചേട്ടൻ പറയാം. അപ്പം അനിയന്മാരെ അറിയിക്കാതെ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ പോയതായിരിക്കും അല്ലേടാ സുഭാഷേ എന്നൊരു ചേട്ടൻ. അപ്പോൾ ചേട്ടനൊരു ജോലിക്കാരത്തിന് പുറത്തു പോയതാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് നികേഷ് അന്നേരം ചോദിച്ചു. ചായ എടുക്കാൻ പറഞ്ഞു. ചായ വേണ്ട, ഇങ്ങ് വന്നേ സുഭാഷ് ഏട്ടാ. അപ്പോൾ അതാ എടുത്തു, ഒരു കാര്യം ഈ പുള്ളിക്ക് കൊടുത്തേക്ക്, ഒരു ചായ കൂടെ കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നികേഷ് സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോയി. അപ്പോൾ അവരറിഞ്ഞ കാര്യം നമ്മളോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ, നീ അത് വിട്ട് കളയാൻ. അപ്പോൾ സുഭാഷ് പറയാം നികേഷിനോട്. അപ്പോൾ ദേ വേറൊരു ചേട്ടൻ, നിന്നെ ഇന്നലെ മുതൽ കാണാനില്ലെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നല്ലോ അനിയന്മാർ ചോദിച്ചു. വേറൊരു ചേട്ടൻ, അപ്പം ഞാനൊരു സ്ഥലം വരെ പോയതാ, അതൊന്നും അല്ല, കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആണോ ചേട്ടനെങ്കിൽ വന്നേ പോയെന്ന് പറഞ്ഞു നികേഷ് സുഭാഷിനെയും കൂട്ടി അങ്ങ് പോയി. ചെല്ലയല്ല എന്ന് പറഞ്ഞാൽ ആ ചേട്ടനും പോയി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എല്ലാവരും അറിയുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ശരിടാ ഒന്ന് നികേഷ് പറഞ്ഞു, നീ അതൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞു സുഭാഷേട്ടാ അതേ വലിയച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേ നമ്മുടെ ഗംഗാധരൻ അതെല്ലാം നടന്നു വരുന്നു. ദേ ചേട്ടനെങ്കിൽ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകട്ടാ. അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും അദ്ദേഹം തിരിഞ്ഞു പോകാൻ നോക്കുക. വലിച്ചാന്നും പറഞ്ഞുകൊണ്ട് ഇവർ പിന്നാലെ ചെല്ലുന്നു. ഗംഗാധരൻ ഇങ്ങനെ തിരിഞ്ഞു പോകട്ടോ ഇവരെ മൈൻഡ് ചെയ്യാതെ. അപ്പോൾ വല്യച്ഛനും അമ്മായും കാര്യം അറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നു എന്ന് അറിഞ്ഞായിരുന്നു. വലിയ സന്തോഷം ഉണ്ട് കേട്ടോ എന്ന് സുഭാഷ് പറയും. അപ്പോൾ ഗംഗാധരൻ ഒന്നും മിണ്ടാ തലവനിച്ച് ഇങ്ങനെ നിൽക്കാം. വല്യച്ഛൻ ഞാൻ പോയതിൻ്റെ കാരണം ഞാൻ കത്ത് വായിച്ചിരുന്നു എന്ന് ഗംഗാധരൻ പറയാം. എല്ലാവരും എന്നെ അന്വേഷിക്കുമെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് ടെൻഷനാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാം. പോയതിൽ എനിക്കിപ്പോൾ ശരിക്കും സങ്കടം ഉണ്ടെന്ന് സുഭാഷ് പറയുമ്പം അതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നു എന്ന് കേട്ടതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം. ഒരു പ്രശ്നം വന്നു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അനിമാരോടൊപ്പം നിൽക്കാൻ തോന്നിയല്ലോ, താങ്ക്സ് വെല്ലിച്ചാന്ന് സുഭാഷ് ഗംഗാധരനോട് പറയുന്നു. ഗംഗാധരൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോവാട്ടോ. അപ്പോഴും വെല്ലിച്ചാന്നും പറഞ്ഞ് വിളിച്ച് നമ്മുടെ സുഭാഷ് പിടിച്ചു നിർത്തി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ജാതകപ്രകാരം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി സുധീഷ് 3-4 ജ്യോത്സ്യന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ലെന്നാണ് 4 പേരും പറഞ്ഞത്, പക്ഷെ എല്ലാവരും ഒരുപോലെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയി ഒരു വഴിപാട് കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളാരും ഇതുവരെ തറവാട്ടമ്പലത്തിൽ പോയിട്ടുമില്ല, അതെവിടെയാണെന്ന് അറിയേയില്ല എന്ന് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചപ്പം ആളും കൈമലർത്തി. ആൾക്ക് പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് വലിയച്ഛനെ അറിയാമല്ലോ, എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരൂ വലിച്ചാന്ന് ചോദിക്കുമ്പം ദേ നോക്ക്, നീ പോകുന്നു കേട്ടപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നു എന്നുള്ളത് ശരിയാ, അതിനർത്ഥം നിന്നോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടാണെന്ന് നീ കരുതണ്ട എന്ന് പറയാണ് വല്യച്ഛൻ. കുറച്ച് സ്പേസ് തന്നു എന്ന് കരുതി അങ്ങൊന്ന് ഒട്ടാമെന്നാണെങ്കിൽ അത് മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിക്കോളാൻ ഇയാൾ പറയാം. തറവാട്ടമ്പലത്തിൽ വന്ന് പൂജയും വഴിപാടും നടത്തി തറവാടിൻ്റെ ഭാഗമായി മാറാമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. അകറ്റി നിർത്തിയതൊക്കെ അകന്ന് തന്നെ നിന്നാൽ മതിയെന്നു ഇയാൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. അത് പറഞ്ഞു കൊടുത്തില്ല വല്യച്ഛൻ. എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? വീട്ടിലേക്ക് വന്ന ആളെ പോലെ തോന്നില്ലല്ലോ എന്ന് സുഭാഷ്. എനിക്ക് തോന്നുന്നതേ സുഭാഷ് ഏട്ടനെ കാണാതായെന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് വന്നതാണെന്നാണെന്ന് നികേഷ് അന്നേരം പറഞ്ഞു. അപ്പോൾ പുറമെ ഒന്ന് സങ്കടം അഭിനയിച്ച മതിയല്ലോ, സുഭാഷേട്ടൻ പോയാൽ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടാൻ എളുപ്പമാണെന്ന് കരുതി കാണുമെന്ന കാര്യം ഇങ്ങനെ പറയുക. മനസ്സിലെ സ്നേഹം കൊണ്ടാണെന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. സങ്കടമൊക്കെ തോന്നി കാണുവാടാ. കൂടുതൽ അടുത്താലേ ആ വീടടക്കം നമുക്ക് വിട്ടു തരേണ്ടി വരും എന്നുള്ളൊരു പേടിയായിരിക്കും. കാശിൻ്റെ കാര്യം വരുമ്പോഴേ ചില മനുഷ്യരൊക്കെ സ്നേഹവും ബന്ധമൊക്കെ ഒരു ബാധ്യതയായിട്ട് തോന്നുവാടാ. തറവാട്ടമ്പലത്തിൽ നമ്മൾ പോകുന്ന ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയും ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും. നീ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ പോവുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ സുഭാഷ് പണി സൈറ്റിൽ ചെന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് ചാന്ദിനിയും അതുപോലെ അവിനാഷും കൂടെ നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കരയുവാണ് നമ്മുടെ ചാന്ദിനി. അപ്പോൾ എന്താ അവിനാഷ പ്രശ്നം എന്ന് ചോദിച്ച് സുഭാഷ് ചെന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ സുഭാഷ് ഏട്ടാ, ഇവൾക്ക് അവിടെ ഒരു കല്യാണം ആലോചിച്ചിരുന്നു, അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ. അപ്പോൾ ചാന്ദിനി നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. ഇവൾക്ക് ആ കല്യാണം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴും ചാന്ദിനി കരയുക. അവരിപ്പോൾ ഇവളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവളെ കൊണ്ടുപോകാനായിട്ട് വരികയാണെന്ന കാര്യം പറയുമ്പോൾ സുഭാഷ് വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പോവില്ല എന്ന് പറഞ്ഞ് ചാന്ദിനി ഇങ്ങനെ പറയുമ്പം അല്ല ചാന്ദിനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഭയ്യ, തീരുമാനിക്കുന്നത് നമ്മളല്ല അവരാണെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്കിളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശും വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിനാഷ് കാര്യങ്ങളെല്ലാം പറയുവാണ്. അവനൊരിത്തിരി കുഴപ്പക്കാരനാ,
രാഷ്ട്രീയം ഗുണ്ടായസം ഒക്കെ ഉള്ളവനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സുഭാഷ് വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ പോവില്ല ചത്ത് കളയുമെന്ന് പറഞ്ഞ് ചാന്ദിനി, അതെ അവരോട് നീ സംസാരിച്ച് നോക്കിയോ? അപ്പം അതെ അവരോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, അവർ സമ്മതിക്കില്ല എന്ന് അവിനാഷ് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇവളെ കൊണ്ടുപോകുമെന്ന്. അല്ല അവർക്ക് നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വീടറിയത്തില്ല, പക്ഷേ നാട്ടിൽ നിന്ന് കുറേ പേര് ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, അവരാരെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് അവിനാഷ് പറയാട്ടോ. പിന്നെ അവർ വന്ന് ബലമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഹിന്ദിയിൽ എന്തൊക്കെയോ നമ്മുടെ ചാന്ദിനി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ചത്ത് കളയുമെന്ന് പറഞ്ഞു. അയ്യോ നീ അങ്ങനൊന്നും പറയരുതെന്ന് അവിനാഷും അതുപോലെ നമ്മുടെ സുഭാഷും കൂടെ പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ നമ്മുടെ സുഭാഷിന് അറിയാവുന്ന രീതിയിൽ കുറച്ച് ഹിന്ദിയിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു. അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കും. അപ്പം നിനക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു ഈ അവിനാഷിനോട് സുഭാഷ്. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവർ കേൾക്കില്ല എന്ന് തന്നെയാണ് പറയണത്. അല്ല കല്യാണം കഴിക്കുന്ന ചാന്ദിനിയല്ല, അപ്പോൾ അവളുടെ ഇഷ്ടമല്ല പ്രധാനമെന്ന് സുഭാഷ് ചോദിക്കാം. അതൊക്കെ ഈ നാട്ടിൽ പറയാം, അവിടെ പറ്റില്ല ഭയ്യ, അതൊന്നും പറ്റില്ല ഭയ്യ എന്നും പറഞ്ഞിങ്ങനെ പറയാട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷ് ഷടാ പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. അതെ അവിനാഷ, നീ നിൻ്റെ വീട്ടിൽ താമസിച്ചാലല്ലേ അവർ കണ്ടുപിടിക്കുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നീ നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ താമസിച്ചോ, ഇവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കുക, അവിടെ നിന്ന് ആരും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല എന്ന് സുഭാഷ് പറയാം. അവിടെ എങ്ങനെയാ ഭയ്യ എന്ന് അവിനാഷ് ചോദിക്കുമ്പം അതിനെന്താ ഇപ്പോൾ പ്രശ്നം, വീട്ടിൽ നിധിയല്ലേ ഉള്ളത്, പിന്നെന്താ കുഴപ്പമെന്ന് സുഭാഷ് ചോദിച്ചു. അപ്പോഴേക്കും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കേട്ടോ. ചാന്ദിനിക്ക് ഒന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാവും നമ്മുടെ സുഭാഷ് പറയുമ്പം ഭയ്യ പ്ലീസ് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു ചാന്ദിനി. അപ്പോഴത്തേക്ക് അവിനാഷ് മനസ്സോടെ ആണെങ്കിലും സമ്മതിച്ചു. അതിനുശേഷം അങ്ങോട്ട് ചാന്ദിനിയും കൊണ്ട് പോകും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നിധി അവിടെ അലക്കി തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്ന ഹരീഷ് നമ്മുടെ സുധീഷിനെ വിളിച്ചു. സുധീഷേട്ടൻ മണ്ണുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇല്ലടാ ഇന്ന് സാറ്റർഡേ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് കാണിക്കാം നിധിയെ സുധീഷ്. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ഇങ്ങനെ കല്ലെടുത്തൊരു ഉന്നം വെച്ചിങ്ങനെ എറിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോയിൽ 2 പേര് വരുന്നു. ഇതാരോ ഓട്ടോയിലൊക്കെ ഇങ്ങോട്ട് വരുന്നു, ആരുടേത് എന്നും പറഞ്ഞിരിക്കാം, ഏതോ വള്ളിയാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് വള്ളിയോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും അവിനാഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവിനാഷിൻ്റെ പെങ്ങളും ഭയ്യ എന്നും പറഞ്ഞിങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ചാന്ദിനി വാ എന്നും പറഞ്ഞ് വിളിച്ചു. നിധി എന്നും പറഞ്ഞുകൊണ്ട് ചാന്ദിനി നിധിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സുഭാഷ് ഏട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല, എന്തേ? അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു, 3-4 ദിവസം ചാന്ദിനിക്ക് ഇവിടെ നിൽക്കാനാ. അതിനെന്താ ചാന്ദിനി വരാൻ പറഞ്ഞു നിധിയെ. അങ്ങനെ നിധി ചാന്ദിനിയെ അക്സെപ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ റെഡിയായിട്ട് നിൽക്കുക. വീട്ടിലൊരിത്തിരി പ്രശ്നമുണ്ടെന്ന് അവിനാഷ് പറയുമ്പം ഈ വീട്ടിലോ? അല്ല നാട്ടിലെ നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഉള്ള കാര്യമൊക്കെ പറയും. അപ്പോൾ സുഭാഷ് ഏട്ടനാ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. അപ്പോഴത്തേക്ക് സുഭാഷിൻ്റെ കോൾ അങ്ങോട്ടേക്ക് ചെന്നു. ഞാൻ നിന്നെ കുറേ നേരമായിട്ട് വിളിക്കുന്നു, നീ എന്നോട് ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിച്ചു സുധീഷിനോട് ദേഷ്യപ്പെട്ടപ്പം. അത് പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എടാ അവിനാഷ് എങ്ങാനും വന്നോടാ അങ്ങോട്ട്? വന്നിട്ടുണ്ടല്ലോ, കൂടെ മറ്റേ ചാന്ദിനിയും ഉണ്ട്. ആ കുട്ടിയെ ഒരു 3-4 ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞു. അതെന്തിനാ? അപ്പോൾ ചാന്ദിനി ഇങ്ങനെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അവിനാഷ് ഹരീഷ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ ആ നിധിയില്ലേ എവിടെയെന്ന് ചോദിച്ചു. ഒന്ന് കൊടുത്തേ. അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ആ സമയത്ത് നിധി ഫോൺ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്ക് അവിനാഷ് ഇവരോട് വിവരങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ ചാന്ദിനിയെ പിടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ദൈവമേ, ഒന്നുകൊണ്ട് അവിനാഷ് പേടിക്കണ്ട, എത്ര വലിയ പ്രശ്നക്കാരനാണെങ്കിലും ഇവിടെ വന്നവൻ്റെ ഒരു കളിയും നടക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ചാന്ദിനി യു ഡോണ്ട് വറി, മേരെ ടേക്ക് കെയർ, മേ ഹം ടേക്ക് കെയർ എന്ന് പറഞ്ഞു നമ്മുടെ സുധീഷ്. ഇതൊക്കെ ചാന്ദിനി ചിരിക്കുക. അപ്പം നിധി ഇങ്ങനെ സുഭാഷ് ഏട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചാന്ദിനി ഇവിടെ നിന്നോട്ടെ എന്ന് നിധി പറയാം. 2-3 ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്ത് കൂടെ നിന്നോളാമെന്നൊക്കെ നിധി പറയാം കേട്ടോ. സുധീഷിന് സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഹരീഷിനെ നോക്കി. അപ്പോൾ വലിയ ഉപകാരം കിട്ടുമെന്ന് അവിനാഷ്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ അവിനാഷ് അവിടുന്ന് പോയി. അങ്ങനെ അവരകത്തേക്കും കയറിപ്പോയി. ഈ സമയത്ത് അതെ ഓവറാക്കി ചളമാക്കരുത് കേട്ടോ എന്ന് നമ്മുടെ ഹരീഷ് സുധീഷിനോട് പറയാം. ഓവറായോ? ഇച്ചിരി ഓവറായി എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് അവിടുന്ന് പോയി. പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സുധീഷ്. പിന്നെ കാണിക്കുന്നത് കോളേജിൽ പോകാനായിട്ട് നമ്മുടെ നികേഷ് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അന്ന് നികേഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് ആ പെങ്കൊച്ചു സൈഡിൽ നിൽപ്പുണ്ട്. നികേഷ് ഇങ്ങനെ പെങ്കൊച്ചിനെ നോക്കുന്നു, പെങ്കൊച്ചി നികേഷിനെ നോക്കുന്നു. ആ സമയത്ത് നികേഷ് അടുത്തടുത്ത് അതിൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ ഈശ്വര ഇതെന്നാ ഒരു പരീക്ഷണമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. ആദ്യം ചെല്ലാൻ നോക്കി കാലെടുത്ത് വെച്ചു, പിന്നെ അത് പുറകോട്ട് വെച്ചു, പിന്നെയും കാലെടുത്ത് വെച്ചു, പിന്നെയും പുറകോട്ട് വെച്ചു. ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് രണ്ടും കൽപ്പിച്ച പെങ്കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നു. അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നു. എന്നിട്ട് പിന്നെ ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. ആ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നികേഷിനെ നോക്കുന്നു. അപ്പോൾ നികേഷ് ഹലോ പറഞ്ഞു. ഹായ് എന്നും പറഞ്ഞാൽ കൊച്ചും ഇങ്ങനെ നിൽക്കുക.
നികേഷിനാണെങ്കിൽ പേടിയുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പേരെന്നാന്ന് ചോദിക്കുമ്പം ഗായത്രി എന്ന്. ഗായത്രി. ഞാൻ നികേഷ്. എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? അത് പിന്നെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ BCom സെക്കൻഡ് ഇയർ ആണെന്ന് പറഞ്ഞു. ഓ ആണോ? ഞാനും BCom ഫൈനൽ ഇയർ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞ കൊച്ച്. എവിടെയാണ് താമസിക്കുന്നത്? അത് പിന്നെ ശാന്തിനഗറിലാണ്, പുതിയ താമസക്കാരാണെന്ന് പറഞ്ഞപ്പം ഓ ആണോ? വെറുതെ അല്ല, എനിക്ക് അത് ആദ്യം കണ്ടപ്പോഴേ തന്നെ തോന്നി, ഈ ഭാഗത്തൊന്നും ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഞങ്ങൾ വന്നിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഓ ആണോ എന്ന് പറഞ്ഞപ്പോൾ നികേഷ് ഇങ്ങനെ നിൽക്കുന്നു. അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റായിട്ടെടുക്കരുത് കേട്ടോ എന്ന് നികേഷ്. ഇല്ല പറഞ്ഞു. കുട്ടി കുറച്ച് ദിവസം മുമ്പ് എന്നെ തന്നെ നോക്കി ഇവിടെ നിൽക്കുന്നത് പോലെ കണ്ടായിരുന്നു. അത് എന്നെ തന്നെയാണോ നോക്കിയത്, അത് വേറെ ആരെങ്കിലും ആണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ തന്നെയാണ് നോക്കിയെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നികേഷിന് ഒരുപാട് സന്തോഷമായി. നികേഷ് അങ്ങനെ നിന്ന് തുള്ളിച്ചാടും. അപ്പോഴത്തേക്കും കുറേ റോസാപ്പൂക്കളൊക്കെ നികേഷിൻ്റെ തലയെ കൂടിയൊക്കെ വീഴാൻ വരെ തുടങ്ങി. നികേഷ് അങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാജിക്കോ പൂവൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ പെങ്കൊച്ചാണെങ്കിൽ അങ്ങനെ നമ്മുടെ നികേഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒരു വളിച്ച ചിരിയൊക്കെ ആയിട്ട് അവൻ നികേഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ആരും കണ്ടില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നികേഷ് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ കൊച്ചാണെ ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാ സ്വപ്നം കണ്ടതായിരുന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഹലോ ഹായ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് നിന്നിടത്ത് നിന്ന് തന്നെ ടാറ്റ കൊടുക്കും. അടുത്തേക്കൊന്നും പോയില്ലായിരുന്നു, പാവ സ്വപ്നം കണ്ടതാ. ആ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ അന്നേരം ഇങ്ങനെ ചിരിച്ച് അണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ നികേഷ് പതുക്കെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ കൊച്ചു ഇങ്ങനെ അടുത്തടുത്ത് നമ്മുടെ നികേഷിൻ്റെ അടുത്തേക്ക് വന്നു. വീണ്ടും സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ നികേഷ് നെടുവേർപ്പെടുന്നു, എന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ വന്നിട്ട് നീ വാ, നിന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട ചിറ്റപ്പ, ഞാൻ പൊക്കോളാം, ബസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഞാനാ വഴിക്കാന്നേ കയറ് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നിർബന്ധിച്ച് ആ പെങ്കൊച്ചിനെയും കൊണ്ട് പോയി. നികേഷിൻ്റെ അന്നത്തെ പ്ലാൻ പൊളിച്ച് നാശം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് രാത്രി നമ്മുടെ സുഭാഷ് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ സുധീഷ് കൂടത്തിലുണ്ട്. അപ്പോൾ അതേ അവിനാഷിൻ്റെ പെങ്ങളില്ലേ, അവളല്ലേ ഇന്ന് അങ്ങോട്ട് വന്നേ, കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാകും എന്ന് സുഭാഷ്. അവൾക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അതോ അവളുടെ അങ്കിള് നാട്ടിലൊരുത്തനുമായിട്ട് കല്യാണം ആലോചിച്ചു. ചാന്ദനിക്ക് ആ വിവാഹം ഇഷ്ടമല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിനാഷിൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്കിള്. അവിനാഷ് വീട്ടിലില്ലാത്തപ്പോൾ അവർ വന്ന ഉറപ്പായിട്ടും അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകും. അതാ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചത്. അപ്പോൾ ആ ചെറുക്കൻ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചു സുധീഷ്. എല്ലാ വൃത്തികേടുകളും ഉള്ള ഒരുത്തനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല കാശുണ്ട്. അതാണ് ഈ അങ്കിളിൻ്റെ നോട്ടം. ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ച് വെറുതെ അറിയിക്കണ്ടല്ലോ, അതാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുഭാഷ് പറയുന്നു. അവരൊന്ന് അന്വേഷിച്ച് പോകുന്നത് വരെ ചാന്ദിനി നമ്മുടെ വീട്ടിലുണ്ടാകുന്നു. അപ്പോൾ സുധീഷ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. സുഭാഷ് ഏട്ടാ, അതെ സുഭാഷ് ഏട്ടൻ ആ കുട്ടിയോട് ഇച്ചിരി അടുപ്പം കൂടുതലായി തുടങ്ങിയോ എന്നൊരു തോന്നൽ എനിക്ക്. അതായത് ഈ പ്രേമം പോലെ എന്തോ ഒരു നിർത്തടാ, നീ എന്നൊക്കെയാടാ ഈ പറയുന്നത്? അവൾ എനിക്ക് അനിയത്തിയെ പോലെയാണ് നമ്മുടെ സുഭാഷ്. സ്കൂൾ അസംബ്ലിയിലെ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്നുള്ള പ്ലഡ്ജ് എടുത്തതുകൊണ്ട് ഈ ജീവിതകാലം മുഴുവനും അത് ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എൻ്റെ സുഭാഷ് ഏട്ടാ. അയ്യടാ, കാണുന്ന എല്ലാ പെൺകുട്ടികളും അനിയത്തിയായിട്ട് എന്തിനാ നിങ്ങളിങ്ങനെ കാണാൻ നിൽക്കുന്നേ? ഇപ്പൊ റോഡിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി പോകുന്നു എന്നങ്ങ് വിചാരിക്കുക. സുഭാഷ് ഏട്ടൻ ഒന്ന് നോക്കത്ത് പോലും ഇല്ലേ? സാധാരണ നോക്കുന്നത് പോലെ നോക്കുന്നു സുഭാഷ് ഏട്ടൻ. അതിനായിട്ട് സൈറ്റ് അടിക്കണം. മിണ്ടായിരിക്കണേ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ആ പെൺകുട്ടിയെ സുഭാഷ് ഏട്ടൻ അനിയത്തിയായിട്ടാണോ കാണുക? എന്താ സംശയം? ബെസ്റ്റ്. എന്നാൽ പിന്നെ ഈ ജന്മത്ത് നിങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല കേട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ പറയാം. നിങ്ങൾ എന്തോന്നാ ചേട്ടാ ഇങ്ങനെ? അപ്പം നീ അതങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഇപ്പോൾ സുഭാഷ്, നീ ചുമ്മാ ആവശ്യമില്ലാത്തവരൊന്നും പറയാതെ, ഞാനിപ്പോൾ തറവാട്ടമ്പലത്തിൽ പോകുന്നതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ സുഭാഷ് പറഞ്ഞു. പോണം, വഴിപാട് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഏത് അമ്പലമാണെന്നൊക്കെ അറിയണ്ടേന്ന് ചോദിച്ചു. അങ്ങിപ്പോൾ എന്താ ഒരു വഴി നമ്മുടെ സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സുധീഷ്, സുഭാഷ് ഏട്ടാ, അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അതെ, ഈ ദൈവങ്ങൾക്ക് നമ്മുടെ അവസ്ഥ നമ്മളെക്കാളും നന്നായിട്ട് മനസ്സിലാവില്ലേ? പിന്നില്ലേ? അല്ല, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തിട്ട് അത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ ദൈവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് സുധീഷ് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ സുഭാഷ് നേരെ സുധീഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.